ആക്രമിക്കപ്പെട്ട ദിവസം നടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്ന് കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത്. കേസന്വേഷണത്തിൽ ഇത് ഏറെ നിർണായകമായ തെളിവാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. സംഭവ ദിവസം നടി ധരിച്ചിരുന്നത് ഒരു ഫാൻസി ടൈപ്പ് വസ്ത്രമാണ്. ഈ വസ്ത്രത്തിലെ വലതു ഭാഗത്തായിട്ടായിരുന്നു പൾസറിന്റെ ശരീരസ്രവം ഉണ്ടായിരുന്നത്. പ്രതി പിടിയിലായ ശേഷം സുനിയുടെ രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചിരുന്നു. വസ്ത്രത്തിലെ ശരീരസ്രവവും സുനിയുടെ രക്തവും ക്രോസ് മാച്ച് ചെയ്തതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. DNA പ്രൊഫൈലിംഗ് ചെയ്തിട്ടുള്ള ലബോറട്ടറിയിലെ കെമിസ്റ്റ് എന്ന് പറയുന്നത് 293 വകുപ്പ് പ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ട കെമിസ്റ്റുകൾ ഒന്നാണെങ്കിൽ അത് പ്രൂഫായിട്ട് കോടതിക്ക് അദ്ദേഹത്തെ വിസ്തരിക്കാതെ തന്നെ എടുക്കാവുന്ന നിയമത്തിലെ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ DNA ചെയ്തതിന്റെ പ്രൊസീജിയറിനെ പറ്റി. പക്ഷേ DNA റിസൾട്ട് ആസെപ്റ്റ് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. പ്രതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും മെമ്മറി കാർഡും പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല. എന്നാൽ ആക്രമണ ദിവസത്തിന്റെ തൊട്ടു പിറ്റേന്ന് പ്രതി ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടെയാണ് ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 6 ക്ലിപ്പുകളാണ് മെമ്മറി കാർഡിൽ നിന്നും ഫോറൻസിക് റിട്രാക്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീണ്ടെടുത്തത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കും മുമ്പ് കാറിലുള്ള മറ്റു പ്രതികളോട് പൾസർ സുനി മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പിലുടനീളം നടിയുടെ വിതുമ്പൽ കേൾക്കാം. തനിക്ക് തലവേദന എടുക്കുന്നു എന്ന് നടി ദയനീയമായി പറയുന്നിടത്താണ് ദൃശ്യങ്ങൾ അവസാനിക്കുന്നത്. DNA ഫലങ്ങളിലെ സാമ്യതയും മെമ്മറി കാർഡിലെ ശബ്ദശകലവും പ്രതിയായ പൾസർ സുനിയുടേതെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രോസിക്യൂഷന്റെ നിർണായക തെളിവായി ഇവ രണ്ടും മാറുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് പൾസർ സുനി വിളിച്ച 4 നമ്പറുകളുമായും അപ്പുണ്ണിക്ക് ബന്ധമുണ്ടെന്ന കാര്യം പോലീസ് തിരിച്ചറിഞ്ഞതായാണ് സൂചന. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപാണെന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായും വിവരമുണ്ട്. പൾസർ സുനി നിരന്തരമായി വിളിച്ചിരുന്ന ഫാൻസി നമ്പറുകളിൽ ഒന്ന് നാദർഷായുടേതാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദിലീപ് ആലുവയിലെ വീട്ടിലാണുള്ളത്. എന്നാൽ കാവ്യ എവിടെയാണെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല. 2016 ജൂൺ 23 മുതൽ പൾസർ സുനി വിളിച്ച ഫോൺ കോളുകളുടെ പരിശോധനയിലാണ് നടി ആക്രമിക്കപ്പെട്ട ദിവസം വരെ ഏകദേശം 16 ഫോൺ കോളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇതിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ അടക്കം 4 ഫോണുകളിലേക്ക് പൾസർ സുനി സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മാത്രമല്ല, കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി ദിലീപിന്റെ അടുപ്പക്കാരെ വിളിച്ചിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. ഈ ഫോൺ വിളികളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ദിലീപിനെയും നാദർഷയെയും 13 മണിക്കൂർ ചോദ്യം ചെയ്തതിലും വൈരുദ്ധ്യം ഉണ്ടെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും ഇരുവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. കാവ്യ മാധവന്റെ കാക്കനാട്ടെ ലക്ഷ്യ എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്ത മെമ്മറി കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കാവ്യയിലേക്കും അമ്മ ശ്യാമളയിലേക്കും നീങ്ങുന്നത്. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ കാക്കനാട്ടെ ഷോപ്പിൽ നൽകിയതായി പൾസർ സുനി പറയുകയും ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം അന്വേഷണം കൂടുതൽ സിനിമാക്കാരിലേക്ക് നീങ്ങുകയാണ്. അതിനിടെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ദിലീപ് നൽകിയ ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് വീണ്ടും പരിശോധിക്കും. പൾസർ സുനിയുടെ ഫോൺ സംഭാഷണവും ലക്ഷ്യയിലെ റെയ്ഡും സുനിയുടെ കത്തിന്റെയും പശ്ചാത്തലത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ദിലീപിനെയും നാദർഷയെയും മാനേജർ അപ്പുണ്ണിയെയും കാവ്യയെയും അമ്മയെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജോർജ് പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയത് ഡ്രൈവറായെന്ന് സ്ഥിരീകരണം. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ചുമതല വഹിച്ചിരുന്ന മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. 2 ദിവസങ്ങളിലാണ് പൾസർ സുനി ലൊക്കേഷനിൽ എത്തിയത്. പോലീസിന് ലഭിച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ ക്ലബ്ബ് ജീവനക്കാരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പൾസർ സുനി ജോർജ് പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ കൂടുതൽ ദിവസങ്ങൾ ചെലവഴിച്ചതായി സ്ഥിരീകരണം ഉണ്ടായത്. ലൊക്കേഷനിലെ ഡ്രൈവർക്ക് പകരമാണ് സുനി 2 ദിവസം സെറ്റിലെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. പൾസർ സുനി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നെന്നും വ്യക്തമായിട്ടുണ്ട്. സിനിമാ സെറ്റിൽ വെച്ചാണ് സുനിക്ക് കൊട്ടേഷൻ ലഭിച്ചതെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇത് ശരിവയ്ക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോർജ് പൂരത്തിന്റെ മറ്റ് ലൊക്കേഷനുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ കോടതിയിൽ നൽകിയ മൊഴി പുറത്ത്. 3 ദിവസം തുടർച്ചയായി നാദർഷ, അപ്പുണ്ണി എന്നിവരെ പൾസർ സുനി വിളിച്ചു. സെല്ലിനുള്ളിൽ വെച്ചായിരുന്നു ഫോൺ വിളി. നാദർഷയുമായി സുനി പ്രതിഫലത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. കാവ്യയുടെ കടയിൽ എന്തോ സാധനം ഏൽപ്പിച്ചുവെന്ന കാര്യം സുനി പറയുന്നത് താൻ കേട്ടുവെന്നും ജിൻസന്റെ മൊഴിയിലുണ്ട്. പൂർണ്ണമായും തെളിവുകൾ കിട്ടിയാൽ മാത്രമേ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുള്ളൂവെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അറസ്റ്റ് വേണമോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും DGP വ്യക്തമാക്കി.
കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെയും ദിലീപിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെന്ന് സംവിധായകനായ നാദിർ ഷാ. ഫേസ്ബുക്കിലൂടെയാണ് നാദിർ ഷായുടെ പ്രതികരണം. മണിയുടെ മൃതദേഹത്തിനരികിൽ നാദിർ ഷായും ദിലീപും നിൽക്കുന്ന ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. പിന്നീട് നാദിർ ഷാ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ അജു വർഗീസിനെതിരെ കേസ്. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയതിനാണ് കേസ്. മുൻ DGP സെൻകുമാറിനെതിരെ ADGP B സന്ധ്യ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട സെൻകുമാറിന്റെ പ്രസ്താവനകൾ അവാസ്തവമെന്ന സന്ധ്യ. IG ദിനേന്ദ്ര കശ്യപും ആലുവ റൂറൽ SP AV ജോർജും ക്രൈംബ്രാഞ്ച് SP സുദർശനനും പങ്കെടുത്ത യോഗത്തിന്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ സെൻകുമാറിനെ അറിയിച്ചിരുന്നുവെന്നും 26-ന് IG-യും SP-യും പോലീസ് ആസ്ഥാനത്തെത്തി അന്വേഷണ പുരോഗതി അറിയിച്ചിരുന്നുവെന്നും സന്ധ്യ DGP ബെഹ്റയ്ക്ക് നൽകിയ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തനിക്കെതിരായ പരാമർശങ്ങളിൽ മുൻ DGP TP സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കേരി. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന നടത്തരുതെന്നും തച്ചങ്കേരി പറഞ്ഞു. നാദിർ ഷായെ കൊച്ചിയിലെത്തി കണ്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തച്ചങ്കേരി മറുപടി പറഞ്ഞില്ല. ചരക്ക് സേവന നികുതിയുടെ പേര് പറഞ്ഞ സാധനങ്ങൾക്ക് MRP-യേക്കാൾ കൂടുതൽ വില ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ചരക്ക് സേവന നികുതി വന്നതോടെ ബഹുഭൂരിപക്ഷം നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയേണ്ടതാണെന്ന് മന്ത്രി വ്യക്തമാക്കി. നികുതിയുടെ പേരിൽ ഹോട്ടലുകൾ അമിത വില ഈടാക്കുന്ന വിഷയത്തിൽ അസോസിയേഷനുകളുമായി സർക്കാർ ചർച്ച നടത്തുമെന്നും ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി. കോലഞ്ചേരി അടക്കമുള്ള തർക്കമുണ്ടായ പള്ളികൾ ഭരിക്കേണ്ടത് 1934-ലെ മലങ്കര സഭാ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. 1913-ലെ കരാർ അനുസരിച്ച് പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന യാക്കോബായ സഭയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നിർണായകമായ വിധിന്യായം എഴുതാൻ കോടതിയുടെ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായും ജസ്റ്റിസുമാർ. കോടതി വിധി സ്വാഗതാർഹമെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ. കലഹം കൊണ്ട് പ്രയോജനമില്ല, വിധി സർക്കാർ നടപ്പിലാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. കോടതി വിധിയും ഭരണഘടനയുമാണ് സമാധാനത്തിന് അടിസ്ഥാനമെന്നും രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ നുണപരിശോധനയുണ്ടാകില്ല. ഇത് സംബന്ധിച്ച പോലീസിന്റെ ആവശ്യമടങ്ങിയ ഹർജി കോടതി ക്ലോസ് ചെയ്തു. നുണപരിശോധന വേണമെന്ന പോലീസിന്റെ ആവശ്യത്തിന്മേൽ പെൺകുട്ടി ഇന്നും കോടതിയിൽ ഹാജരായില്ല. ഇതോടെയാണ് കോടതി ഹർജി ക്ലോസ് ചെയ്തത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുമായി സർക്കാർ നാളെ ചർച്ച നടത്തും. ഈ മാസം 11-ന് പണിമുടക്ക് നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നഴ്സുമാർ നടത്തിവരുന്ന സമരം 6-ാം ദിവസത്തിലെത്തി. സർക്കാർ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായി UNA വ്യക്തമാക്കിയിട്ടുണ്ട്. വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം 6-ാം ദിനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തര ചർച്ച വിളിച്ചത്. നാളെ വൈകിട്ട് 4 മണിക്ക് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുക. നേരത്തെ നഴ്സുമാരുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും സർക്കാർ ഈ മാസം 20-നാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. സർക്കാർ വിളിച്ച ചർച്ചയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. UNA സെക്രട്ടറി CB 27-ാം തീയതി കൂടി IRC-യിലും അങ്ങനെ തന്നെയാണ് തീരുമാനവും വന്നിരുന്നത്. സർക്കാർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഞങ്ങളെ നാളത്തെ ചർച്ചയിൽ ഇതിലൊരു തീരുമാനമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സർക്കാർ നാളെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മാസം 11-ന് നഴ്സുമാർ പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരുന്നു. പനി പടരുന്ന സാഹചര്യത്തിൽ പണിമുടക്ക് സമരം ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നതാണ് സർക്കാർ വിലയിരുത്തൽ. മാസശമ്പളം 22,000 രൂപയാക്കണമെന്നതാണ് നഴ്സുമാരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ലേബർ കമ്മീഷണറുമായി 4 തവണ ചർച്ച നടത്തിയെങ്കിലും മാനേജ്മെന്റിന്റെ നിലപാട് കാരണം ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് സർക്കാർ തലത്തിലേക്ക് ചർച്ച മാറ്റാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഖത്തർ പ്രതിസന്ധിയിൽ ഉപാധികൾ അംഗീകരിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് രാഷ്ട്രങ്ങളാണ് സമയപരിധി നീട്ടിയിരിക്കുന്നത്. മാനിച്ചാണ് അറബ് രാഷ്ട്രങ്ങളുടെ തീരുമാനം. ലോകബാങ്ക് സഹായത്തോടെയുള്ള KSTP റോഡ് നവീകരണ പദ്ധതി നിർത്തിവെക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് കാര്യമായ പങ്കാളിത്തമില്ലാത്ത ഈ പദ്ധതിയെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. അപാകതകൾ പരിഹരിക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് മന്ത്രി G സുധാകരൻ കൂട്ടിച്ചേർത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.